വാങ്ങുമായി മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ അനുസരിച്ച് സാവോ ആ പറഞ്ഞ സ്ഥലത്ത് നേരത്തെ തന്നെ എത്തുന്നുണ്ട്. അവിടെ വെച്ചാണ് അവൾ വാങ്ങിനെ ആദ്യമായി മീറ്റ് ചെയ്തത്. അന്ന് വാങ് ഓർഡർ ചെയ്ത ഫുഡ് തൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്തിട്ട് പോയതാണ് എന്ന് തെറ്റിദ്ധരിച്ച് സാവോ അതെടുത്ത് കഴിക്കുകയായിരുന്നു. അവിടേക്ക് വന്ന വാങ് ഇത് കണ്ടെങ്കിലും അവൾ ആസ്വദിച്ച് അത് കഴിക്കുന്നത് കണ്ടപ്പോൾ അവനവളെ ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നുന്നില്ല. അതുകൊണ്ട് അവൻ കൗതുകത്തോടെ അവളുടെ അടുത്ത് പോയിരുന്ന് അവളെ വാച്ച് ചെയ്യുന്നുണ്ട്. അവൾ കരുതിയത് വേറെ സീറ്റൊന്നും ഒഴിവില്ലാത്തതിനാൽ അവൻ കുറച്ച് സമയത്തേക്ക് അവിടെ ഇരുന്നതാണ് എന്നാണ്. തൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്ത് വെച്ച ഫുഡാണ് എന്ന് കരുതി ഒട്ടും മടിയില്ലാതെ അവൾ അത് മുഴുവൻ എടുത്ത് കഴിക്കുന്നു. ഈ സമയത്താണ് വാങ്ങിൻ്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വന്നത്. അവൻ ആ ഫുഡിനെ പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ വാങ് വേഗം എഴുന്നേറ്റ് നിന്ന് അവനെ പിടിച്ച് മാറ്റുന്നതിനാൽ സാവോ അതും അറിയുന്നില്ല. പക്ഷെ അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട് അവൾ നേരത്തെ ഓർഡർ ചെയ്ത ഫുഡ് മറ്റൊരു സ്ഥലത്ത് തൂക്കിയിട്ടിട്ടുണ്ട് എന്ന് അവൾക്ക് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ സാവോയ്ക്ക് തൻ്റെ അബദ്ധം മനസ്സിലാവുന്നുണ്ട്. അവൾ വേഗം വാങ്ങിൻ്റെ അടുത്ത് നിന്ന് സോറി പറഞ്ഞ് അതിൻ്റെ പേയ്മെൻറ്റ് നൽകാനൊക്കെ തയ്യാറാവുന്നുണ്ടെങ്കിലും ഇനി അടുത്ത തവണ കാണുമ്പോൾ അവൾ ട്രീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വാങ് തൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെയായിരുന്നു അവരുടെ ഫസ്റ്റ് മീറ്റിംഗ്. അതിനെക്കുറിച്ചുള്ള ഓർമ്മ ഇപ്പോഴും സാവോയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തുന്നുണ്ട്. അപ്പോഴേക്കും വാങ് അങ്ങോട്ടേക്ക് എത്തുന്നു. സാവോയുടെ മെൻറ്റാലിറ്റിയെ പറ്റിയൊന്നും അവനിപ്പോൾ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പതിവ് പോലെ ലേറ്റ് ആയതിന് കുറേ എക്സ്ക്യൂസൊക്കെ പറഞ്ഞിട്ട് തൻ്റെ ഇപ്പോഴുള്ള പ്രോജക്റ്റ് ഉടനെ തന്നെ കംപ്ലീറ്റ് ആവും, അത് കഴിഞ്ഞാൽ അവളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് വന്നത്. വന്ന ഉടൻ തന്നെ ഓർഡർ ചെയ്തിരുന്ന ഫുഡ് കഴിക്കാനും തുടങ്ങുന്നു. അവനീ പറയുന്ന പ്രോജക്റ്റ് സാങ്ഷൻ ആയത് ചീഷിൻ്റെ സഹായം കൊണ്ടാണ് എന്ന് സാവോയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ചീഷിനെ വേണ്ട വിധം ട്രീറ്റ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് അവൾ പറഞ്ഞപ്പോഴാണ് ചീഷിനെ പറ്റി അവൾക്ക് അറിയാമെന്ന് വാങ്ങിന് മനസ്സിലാവുന്നത്. അതോടെ അവൻ കുറേ എക്സ്ക്യൂസുകളൊക്കെ പറയാൻ തുടങ്ങുന്നു. ഞങ്ങൾ തമ്മിൽ ബിസിനസ് റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ, അവളെ ശരിക്കും ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തതിന് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്, നമുക്ക് ഒരുമിച്ച് ഒരു വിരുന്നിന് വിളിച്ചാലോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ചീഷിനെ ആ പാർക്കിൽ വെച്ച് കണ്ടിരുന്നു എന്നുള്ള കാര്യം സാവോ പറയുന്നത്. അതോടെ വാങ്ങിന് അപകടം മണക്കുന്നു. തങ്ങൾ കിസ് ചെയ്യുന്നത് അവൾ കണ്ടു എന്ന് അവന് മനസ്സിലാവുന്നു. അതോടെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല, അന്ന് ഫസ്റ്റ് ടൈമാണ് അവൾ എന്നെ കിസ് ചെയ്തത്, ഞാൻ അപ്പോൾ തന്നെ അവളെ പിടിച്ച് മാറ്റുകയും ചെയ്തു, ഞങ്ങൾക്കിടയിൽ അല്ലാത്ത റിലേഷൻഷിപ്പ് ഒന്നുമില്ല, ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞവൻ കുറേ എക്സ്ക്യൂസ് പറയുന്നുണ്ട്. പക്ഷെ അവൻ്റെ ഈ എക്സ്ക്യൂസുകൾ സാവോയെ ആകെ ദേഷ്യം പിടിപ്പിക്കുന്നു. അവൾ മുന്നിലിരിപ്പുണ്ടായിരുന്ന വെള്ളം അവൻ്റെ മുഖത്തേക്ക് ഒഴിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഓരോ എക്സ്ക്യൂസുകൾ പറയും തോറും എനിക്ക് നിന്നുള്ള വെറുപ്പ് കൂടി വരും, അതുകൊണ്ട് മതിയാക്കുന്നതാണ് നല്ലത്. നിനക്ക് ഞാൻ 3 ദിവസത്തെ സമയം തരാം, അതിനുള്ളിൽ നിൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ആ റൂമിൽ നിന്ന് മാറിക്കോണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്ന് ഹൂഷു തിരികെ വരുമ്പോൾ സാവോ അവളുടെ വീടിന് മുന്നിൽ കുത്തിയിരിപ്പുണ്ടായിരുന്നു. മുമ്പ് ഷിയു അവിടെ താമസത്തിന് വന്ന സമയത്ത് സാവോയുടെ കൈവശമുണ്ടായിരുന്ന കീ അവൾ തിരികെ കൊടുത്തിരുന്നല്ലോ. അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. വാങ് അവിടെ നിന്ന് താമസം മാറി പോകുന്നത് വരെ ഹൂഷുവിൻ്റെ ഒപ്പം താമസിക്കാനാണ് സാവോയുടെ പ്ലാൻ. അതറിഞ്ഞപ്പോൾ ഹൂഷു സന്തോഷത്തോടെ അവളെ സ്വീകരിക്കുന്നു. അവളുടെ വിഷമം മനസ്സിലാക്കി അവളെ ആശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഷിയുവിൻ്റെ കമ്പനി ഷിന്നിനോട് ഫിനാൻഷ്യൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതനുസരിച്ച് അവൻ്റെ അച്ഛൻ്റെ ഫിനാൻഷ്യൽ മാനേജർ അവനൊരു റിപ്പോർട്ട് റെഡിയാക്കി നൽകുന്നു. പക്ഷേ ആ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ കുറേ കള്ളക്കണക്കുകൾ എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് അവന് മനസ്സിലാവുന്നു. അതിനെപ്പറ്റി ആ മാനേജറോട് തന്നെ അവൻ ചോദിക്കുന്നുണ്ട്. ആദ്യമൊന്നും അയാൾ സത്യം പറയാൻ തയ്യാറാവുന്നില്ലെങ്കിലും അവസാനം അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായതോടെ സത്യാവസ്ഥ അയാൾ തുറന്ന് പറയുന്നു. അവൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടിട്ടായിരുന്നു അയാൾ അങ്ങനെ ഒരു കണക്കുണ്ടാക്കിയത്. ശരിക്കും ഇപ്പോഴുള്ള കമ്പനിയുടെ ലാഭത്തിൻ്റെ 10 ഇരട്ടി അതിൽ ഉണ്ട് എന്ന് കാണിക്കുന്ന വിധത്തിലാണ് അയാൾ കണക്ക് റെഡിയാക്കിയിരിക്കുന്നത്. അത് ശരിക്കും ഫിനാൻഷ്യൽ ഫ്രോഡാണ്. ഇങ്ങനെ ഒരു കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കമ്പനിയുടെ ഇമേജിനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ അവൻ അച്ഛനെ കാണാനായി പോകുന്നു. അവിടെ തന്നെ ഓഫീസിൽ ചെയർമാൻ്റെ റൂമിൽ അവൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഇങ്ങനെ തെറ്റായ രീതിയിൽ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണെന്ന് അവൻ ചോദിക്കുന്നു. ഇപ്പോഴുള്ള ഫിനാൻഷ്യൽ സ്ട്രഗിൾസൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഏതെങ്കിലും കുറച്ച് ഷെയറൊക്കെ വിറ്റാൽ മതിയാവും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസ് വേണ്ടെന്ന് വെച്ചാൽ മതിയാവും, അതല്ലെങ്കിൽ പുതിയ കുറച്ച് പ്രോജക്റ്റുകൾ ഏറ്റെടുത്താലും മതിയാവും. ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കേണ്ട ആവശ്യം എന്താണ്? ഏതെങ്കിലും രീതിയിൽ ഇത് ലൈമാന് കണ്ടെത്താൻ കഴിഞ്ഞാൽ അവരുടെ കമ്പനി തന്നെ ആകെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്കെത്തും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ അച്ഛൻ അവൻ പറയുന്നതിനോടൊന്നും യോജിക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം ചായ ഒഴിക്കാൻ തുടങ്ങിയ ആ കപ്പെടുത്ത് അവൻ്റെ നേർക്ക് എറിയുന്നുണ്ട്. അങ്ങനെ അവൻ്റെ നെറ്റി മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങുന്നു. നിന്നേക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി എന്ന ഒരു രീതിയിലാണ് പുള്ളി. ലൈമാൻ്റെ പ്രോജക്റ്റ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ ഫണ്ടൊക്കെ തിരികെ വന്നോളും, അതോടെ ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ. അതിൽ കൂടുതൽ അവൻ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതെന്ന് അദ്ദേഹം സ്ട്രിക്റ്റായിട്ട് വാണിംഗ് നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഷിൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹൂഷു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൾ ആ പുതിയ സപ്ലൈസിൻ്റെ ലിസ്റ്റ് വാങ്ങാൻ വന്നതായിരുന്നു. ഇവരിങ്ങനെ നെറ്റി മുറിച്ച് ചോരയൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നത് ഹൂഷു കാണാനിടയാവുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവൾ തന്നെ കണ്ടത് ഷിന്നിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അങ്ങനെ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുന്നു. സപ്ലൈസിൻ്റെ ലിസ്റ്റ് വാങ്ങാൻ വന്നതാണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ അത് എടുക്കാനായി പോകുന്നുണ്ട്. അങ്ങനെ അവൻ അത് എടുത്തുകൊണ്ട് വന്ന സമയത്ത് ഹൂഷു ഒരു ബാൻഡേജ് അവന് നൽകുന്നു. എന്തിനാണെന്ന് മനസ്സിലാവാത്ത പോലെ അവനത് വാങ്ങാതെ നിൽക്കുന്നുണ്ട്. അവസാനം അവൾ തന്നെ അത് അവൻ്റെ നെറ്റിയിലെ മുറിവിൽ ഒട്ടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് ഷിൻ അവളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു.
ഒരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബ്ലൂ പ്രിൻ്റ് അനുസരിച്ചല്ലാതെ ആ ബിൽഡിംഗ് പണിയാൻ പറ്റുമോ എന്നാണ് അവൻ ചോദിച്ചത്. അവൻ്റെ വ്യക്തിപരമായ കാര്യത്തിലുള്ള ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് അവൾ അവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഫൗണ്ടേഷനെ ബേസ് ചെയ്താണെങ്കിലും അതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെ പിന്നീടാണെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കും. അതുകൊണ്ട് ആ ബിൽഡിംഗ് എങ്ങനെ പൂർത്തിയാവുന്നു എന്നുള്ളത് അത് പണിയുന്ന ആളിൻ്റെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും എന്നാണ് ഹൂഷു പറഞ്ഞത്. ഷിൻ ഇപ്പോൾ കരുതിയിരിക്കുന്നത് അവൻ്റെ അച്ഛൻ അവന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആ ബേസ് കാരണമാണ് അവനിങ്ങനെ ആയിപ്പോയത് എന്നാണ്. അത് ശരിയല്ല, അവന് വേണമെങ്കിൽ അവൻ്റെ തെറ്റുകൾ തിരുത്താൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഹൂഷു ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. എന്തായാലും അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൾ പോകുന്നുണ്ട്. അവളുടെയും മറുപടിയും അവൾ ആ നെറ്റിയിൽ ഒട്ടിച്ചു കൊടുത്ത ബാൻഡേജും ഒക്കെ കൂടി അവൾ ശരിക്കും ഷിനിൻ്റെ മനസ്സിലേക്ക് കൂടുതൽ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കിട്ടിയ ആ ലിസ്റ്റ് ഹൂഷു നേരിട്ട് ഷിയുവിൻ്റെ അടുത്ത് കൊണ്ട് നൽകാതെ സുനിൻ്റെ കൈവശമാണ് കൊടുത്തയച്ചത്. അവളെന്താണത് കൊണ്ടുതരാത്തതെന്ന് അവൻ ചോദിച്ചപ്പോൾ അവളെന്ന് നേരത്തെ വീട്ടിലേക്ക് പോയി ഫ്രണ്ടിനെന്തോ വിഷയമുള്ളതുകൊണ്ട് നേരത്തെ പോവുകയാണെന്നാണ് പറഞ്ഞതെന്ന് സുൻ അറിയിക്കുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ വാങ് താമസം മാറ്റി കാണും എന്ന് കരുതി സാവോ തിരികെ അവളുടെ റൂമിൽ എത്തുന്നുണ്ടെങ്കിലും അപ്പോഴും വാങ്ങിൻ്റെ സാധനങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നത് കാണുന്നു. എത്രയും പെട്ടെന്ന് വന്ന് നിന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞ് അവൾ നല്ല ദേഷ്യത്തിൽ വാങ്ങിന് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നിട്ട് വാർഡ്രോബിൽ നിന്ന് അവൻ്റെ തുണിയൊക്കെ എടുത്ത് ബെഡിലേക്ക് എറിയാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് അവന് സുഖമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്ന് പറഞ്ഞ് അവൻ്റെ ഒരു ഫ്രണ്ട് അവളെ വിളിക്കുന്നത്. അങ്ങനെ അവൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവൻ്റെ ജോലി തിരക്കും ഇങ്ങനെയുള്ള വിഷയങ്ങളുമൊക്കെ കാരണം സമയത്ത് ഫുഡ് കഴിക്കാതെയും മറ്റും അവന് എന്തോ വയറിന് പ്രശ്നമുണ്ടായതാണ്. അവളെ കണ്ടുകൊണ്ട് അവൻ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. അവൻ്റെ വിചാരം അവളിപ്പോഴും തന്നോട് ക്ഷമിക്കും, വീണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെയാണ്. എത്രയും പെട്ടെന്ന് ഈ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നീ എൻ്റെ കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷ എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായി കഷ്ടപ്പെടുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇതിനു മുമ്പ് അവൻ എപ്പോഴെങ്കിലും തന്നോട് ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തനിക്ക് സംശയം തോന്നുകയാണ് എന്ന് സാവോനോട് പറയുന്നു. ഇപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായെങ്കിലും അവരുടെ പാസ്റ്റിന് അവൾ നല്ല വാല്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു. അന്ന് അവൻ തന്നോട് പെരുമാറിയതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എന്നാണ് അവൾ വിശ്വസിക്കുന്നത്. ആ ഒരു വിശ്വാസത്തെയാണ് അവൻ്റെ ഈ പെരുമാറ്റം കൊണ്ട് അവൾക്ക് സംശയം തോന്നിയിരിക്കുന്നത്. ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആദ്യമായി കയ്യിൽ പിടിച്ചതിനെ പറ്റിയും അന്ന് അവൾ പഠിക്കുന്ന കോളേജ് വളരെ ദൂരെ ആയിരുന്നിട്ട് പോലും സമയം കിട്ടുമ്പോഴൊക്കെ അവളെ കാണാനായി 10-20 സ്റ്റോപ്പുകളോളമുള്ള ട്രെയിൻ കയറി അവൻ വരാറുണ്ടായിരുന്നതിനെ പറ്റിയും അന്ന് അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരുപാട് ഫുഡുകളൊക്കെ വാങ്ങിക്കൊണ്ട് ചെല്ലാറുണ്ടായിരുന്നതിനെ പറ്റിയും അതേപോലെ ഇടയ്ക്ക് എപ്പോഴോ സുഖമില്ലാതായ സമയത്ത് ഹൂഷുവിന് അവളുടെ കൂടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവൻ രാത്രിയിൽ ഹോസ്പിറ്റലിൽ കൂട്ടിരുന്നതിനെ പറ്റിയും ഒക്കെ അവൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അന്നൊക്കെ അവൻ ആ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് വളരെ ആത്മാർത്ഥതയോടെ തന്നെ ആയിരുന്നുവെന്ന് അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. പിന്നെ എന്ന് മുതലാണ് അവൻ്റെ ആത്മാർത്ഥത നഷ്ടമായി തുടങ്ങിയതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. കോളേജ് ഗെറ്റ് ടുഗദറിന് ഒരുമിച്ച് പോയ സമയത്ത് അവരൊരു മോഡൽ കപ്പിളാണ് എന്നൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ അവൻ അതിനെ അനുകൂലിച്ചതൊക്കെ വെറുതെ ആയിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കാണാൻ പോകുന്ന ആളിനെ പറ്റിയായിരുന്നു ആ സമയത്ത് അവൻ്റെ മനസ്സിലെന്ന് അവൾ ചോദിക്കുന്നു. അതേപോലെ തന്നെ 2nd ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ഒരു ഹോട്ടലിൽ നിന്ന് വെറുതെ കിട്ടിയ ഒരു സാധനം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ എങ്ങനെയെങ്കിലും ആ ചടങ്ങൊന്ന് പൂർത്തിയാക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ എന്നും അവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും നിന്നെ ആത്മാർത്ഥമായി തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ചീശിനും എനിക്കുമിടയിൽ പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല. അന്നത്തെ ആ ഒരു കിസ് മാത്രമേ ഞങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ അവളെ അകറ്റി നിർത്തുകയും ചെയ്തു എന്നൊക്കെ വാങ് ആണേറ്റ് പറയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ സാവോ അവനെ ഇടയ്ക്ക് വെച്ച് തടയുന്നുണ്ട്. ഞാൻ ഇതൊക്കെ നിന്നോടിപ്പോൾ തുറന്ന് സംസാരിച്ചത് നമുക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടല്ല. നമ്മുടെ ബന്ധം അത്രയ്ക്ക് പ്യുവറായിരുന്നു. അതിൽ ഒരു തരത്തിലുള്ള കളങ്കവും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പിരിയുന്നതാണ് നല്ലതെന്ന് സാവോ പറയുന്നു. എനിക്ക് അങ്ങനെ നിന്നെ മറക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരുപാട് പാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നിനക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് മറക്കാൻ സാധിച്ചു എന്നൊക്കെ വാങ് അവളോട് ചോദിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ പാസ്റ്റ് ഒന്നും മറന്നിട്ടില്ല. പക്ഷേ ഇനി മുതൽ നിന്നെ സ്നേഹിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് എന്ന് പറഞ്ഞ് അവൾ തൻ്റെ വിരലിൽ കിടപ്പുണ്ടായിരുന്ന ആ വെഡ്ഡിംഗ് റിംഗ് ഊരി അവൻ്റെ മുന്നിൽ വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവളിങ്ങനെ പൂർണ്ണമായും താനുമായി ബ്രേക്കപ്പ് ആവുമെന്ന് വാങ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. താൻ കുറച്ച് എക്സ്ക്യൂസൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവൾ തന്നോട് ക്ഷമിക്കും എന്നൊക്കെ ആയിരുന്നു അവൻ കരുതിയിരുന്നത്. ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്ന് അവനിപ്പോൾ പൂർണ്ണ ബോധ്യമാവുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് കുറച്ച് സമയം കരയുന്നുണ്ട്. എന്തായാലും സാവോ അത് മനസ്സിലിട്ട് വിഷമിച്ച് നടക്കാൻ തയ്യാറായിരുന്നില്ല. അടുത്ത ദിവസമായപ്പോൾ തന്നെ അവൾ നന്നായി ചീറപ്പാവുന്നു. പുതിയ കുറച്ച് ഡിഷസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ കഫേ വീണ്ടും ആക്റ്റീവ് ആയിരിക്കുകയാണ്. ഗോങ് അതുവഴി പാസ് ചെയ്തു പോയപ്പോൾ ഇത് കണ്ട് കുറച്ച് അത്ഭുതത്തോടെയാണ് അവിടേക്ക് കയറി ചെന്നത്. അവൾ ഇത്ര പെട്ടെന്ന് പഴയ മൂഡിൽ നിന്ന് മാറുമെന്ന് അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അവൾ പുതിയതായി താനുണ്ടാക്കിയ ഡിഷിനെ പറ്റിയൊക്കെ അവനോട് കുറച്ച് വിശദീകരിച്ച് പറയുന്നു. അതിനുശേഷം അവനുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. അതിനുവേണ്ടി ഒരു കോൺട്രാക്റ്റ് അവൾ അവനെ കാണിക്കുന്നു. അവൻ്റെ ഗെയിം സെൻറ്ററിലെ കുറച്ച് ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തി അവൾ എന്തൊക്കെയോ പുതിയ
പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നതിനെ പറ്റിയൊക്കെയുള്ള ഐഡിയ അവനോട് ഷെയർ ചെയ്യുന്നു. വളരെ നല്ലൊരു കാര്യമായിട്ടാണ് അവന് തോന്നിയത്. അവളുടെ ഈ ഐഡിയ കാരണം അവൻ്റെ ഗെയിം സെൻറ്ററിനും ഗുണമുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രൊപ്പോസൽ അവൻ അംഗീകരിക്കുന്നുണ്ട്. വായിച്ച് നോക്കിയിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കറക്റ്റ് റിപ്ലൈ നൽകാമെന്നും അവൻ പറയുന്നു. അങ്ങനെ ഫയൽ തുറന്ന് നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്ന പേപ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ അവളുടെ ഡിവോഴ്സ് എഗ്രിമെൻ്റ് ഇരിക്കുന്നതും അവൻ കാണുന്നു. സാവോ അബദ്ധത്തിൽ അതിൽ വെച്ച് പോയതായിരുന്നു. അത് കണ്ടതോടെ അവൾ പേപ്പർ മാറിപ്പോയി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് പിടിച്ച് വാങ്ങി മാറ്റി വെക്കുന്നുണ്ട്. ഇതിനു മുമ്പ് അവളുടെ പ്രശ്നം എന്താണെന്ന് ഗോഗൻ അറിയില്ലായിരുന്നെങ്കിലും ഇപ്പോൾ അവൻ ഏകദേശം കാര്യങ്ങൾ ഊഹിക്കുന്നുണ്ട്. എന്തായാലും ഗെയിം സെൻറ്റർ അവൻ്റെ മാത്രമല്ലല്ലോ, ശിവനും അവിടെ പാർട്ട്ണർഷിപ്പ് ഉള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ സാവോയുടെ പ്രൊപ്പോസലിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി അന്ന് അവൻ ശിവനെ പോയി കാണുന്നു. പക്ഷെ ശിവന് ഇതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ വേണ്ടതുപോലെ ചെയ്തോളാൻ ശിവ് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു തീരുമാനമായിരുന്നെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഗോങ് അവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജിൽ കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരയുന്നുണ്ട്. പക്ഷെ ഫ്രിഡ്ജ് കാലിയായിരുന്നു. നീ എന്താ വല്ല നിരാഹാര സമരത്തിലുമാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതിന് ശിവ് പ്രത്യേകിച്ച് മറുപടി ഒന്നും നൽകുന്നില്ല. നിങ്ങൾ ആരും നോർമലല്ല. ഒരുത്തിയാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് ജീവിതത്തിലെല്ലാം തകർന്നു പോയി എന്ന രീതിയിലിരിക്കുന്നത് കണ്ടു. ഇന്നാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ പുതിയ പ്രൊപ്പോസലുകളൊക്കെ മുന്നോട്ട് വെച്ചു എന്നവൻ സാവോയെ പറ്റി പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഹൂഷുവിനെ കുറിച്ച് പറയുന്നത്. അവളാണെങ്കിൽ എന്തോ ബാധ കയറിയതുപോലെയാണ് ഇപ്പോൾ ഡെയിലി ഗെയിം കളിക്കാൻ ചെല്ലുന്നത് എന്ന് ഗോങ് പറയുന്നുണ്ട്. ഹൂഷുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഷീവിന് ആകാംക്ഷ കയറുന്നു. അങ്ങനെ അവളെക്കുറിച്ച് അവൻ വിശദമായി തിരക്കുന്നുണ്ട്. അപ്പോഴാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവൾ സ്ഥിരമായി ഗെയിം കളിക്കാൻ ചെന്നിട്ട് ഇവൻ ജനറൽ ഷിന്നായി പ്ലേ ചെയ്തിരുന്ന ആ ക്യാരക്ടറിനെ എങ്ങനെയെങ്കിലും ട്രാപ്പിലാക്കി കൊല്ലുകയോ അല്ലെങ്കിൽ ഗെയിമിൽ തോൽപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഗോങ് പറയുന്നത്. ഇപ്പോൾ ജനറൽ ഷിന്നിൻ്റെ റോൾ പ്ലേ ചെയ്യുന്ന ആ പയ്യന് അവളെ കാണുമ്പോൾ തന്നെ പേടിയായി തുടങ്ങിയിരിക്കുന്നു. തന്നോടുള്ള ദേഷ്യമാണ് അവൾ കാണിക്കുന്നതെന്ന് ഷിയോന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം കമ്പനിയിൽ വെച്ച് ഹൂഷുവിനെ തനിച്ച് കിട്ടിയപ്പോൾ അവൻ അതിനെപ്പറ്റി ചോദിക്കുന്നു. ഇങ്ങനെ എന്നും പോയി ഗെയിം കളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ കമ്പനിയിൽ ഒരുപാട് ജോലികളൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്താൽ പോരെ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ഹൂഷു ഇത് വളരെ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഇവിടെ കമ്പനിയിലെ ഏത് ജോലിയാണ് ഞാൻ സമയത്ത് ചെയ്ത് തീർക്കാത്തത്? പറഞ്ഞ ജോലിയെല്ലാം ഞാൻ കൃത്യസമയത്ത് ചെയ്ത് തീർക്കുന്നുണ്ടല്ലോ. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് പേഴ്സണൽ ടൈമിൽ എന്ത് ജോലി ചെയ്യുന്നതിനെ പറ്റി ബോസ് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവനോട് തട്ടിക്കയറുന്നുണ്ട്. അവളോട് ഇതിനെപ്പറ്റി ചോദിക്കുകയേ വേണ്ടായിരുന്നു എന്ന അവസ്ഥയിലാവുന്നുണ്ട് ഷീവ്. സാവോ ഇപ്പോഴും ഹൂഷുവിൻ്റെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. അന്ന് വൈകിട്ട് അവൾ എത്തിയപ്പോൾ ഒരുപാട് വൈകുന്നുണ്ട്. ഇപ്പോൾ കോഫി ഷോപ്പിൽ നല്ല തിരക്കാണ്. പുതിയ ഡെസേർട്ടൊക്കെ ട്രൈ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ തിരക്ക് കൂടിയുണ്ട്. അതുകൊണ്ടാണ് വൈകിയത് എന്ന് സാവോ അവളോട് പറയുന്നു. ഗോങ്ങുമായി ഇപ്പോൾ സ്ഥിരമായിട്ട് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് ഫ്രീ ടിക്കറ്റ് കിട്ടാറുണ്ട്. അങ്ങനെയാണ് ഹൂഷു ഇങ്ങനെ സ്ഥിരമായിട്ട് ഗെയിം കളിക്കാൻ പോകുന്നത്. ഇന്നും ഗോങ് അവൾക്കൊരു ഫിലിം ടിക്കറ്റ് നൽകിയിരുന്നു. സാവോ അത് ഹൂഷുവിന് തന്നെ നൽകുന്നുണ്ട്. അന്നൊരു കൊറിയർ വന്നത് ഹൂഷു അവൾക്കടുത്ത് നൽകുന്നു. വാങ് ഡിവോഴ്സ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് അയച്ചതായിരുന്നു അത് കണ്ടപ്പോൾ സാവോ കുറച്ച് വിഷമത്തിലാവുന്നുണ്ട്. ഹൂഷു അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അടുത്ത തന്നെ ഒരു ദിവസം ഹൂഷു അവളുടെ കഫയിൽ ഗോങ്ങിൻ്റെ കമ്പനിയുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് ജോയിൻ ചെയ്യുന്നു. പുതിയതായിട്ട് സാവോ ഉണ്ടാക്കിയ ഡിഷസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൂടെ വേറെ കുറച്ച് ക്യാരക്ടേഴ്സിനെ കൂടി ഗോങ് അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഗോങ്ങിനൊപ്പം ഷീവും അങ്ങോട്ടേക്ക് വരുന്നു. ഹൂഷുവിനെ മീറ്റ് ചെയ്യാൻ ഉദ്ദേശത്തോടെയാണ് അവൻ വന്നിരിക്കുന്നത്. ഹൂഷുവിൻ്റെ അടുത്ത് തന്നെയുള്ള സീറ്റിലാണ് അവൻ വന്നിരുന്നതും. അവർ വന്നിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫീമെയിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. ഇതേ സമയത്ത് തന്നെ കുറച്ച് ഫ്ലവേഴ്സ് കൊറിയറായിട്ട് അവിടെ എത്തുന്നുണ്ട്. ഫോർ മൈ ബേബി എന്നാണ് അതിൽ എഴുതിയിരുന്നത്. അവിടെ ആകെ ഇപ്പോൾ 2 ലേഡീസ് മാത്രമാണുള്ളത്, സാവോയും ഹൂഷുവും. ഞാനിപ്പോൾ ജസ്റ്റ് സിംഗിൾ ആയതേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കല്ല ഇതെന്ന് സാവോ ആദ്യമേ തന്നെ പറയുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഹൂഷു ആണ്. തനിക്കിതാരെങ്കിലും അയച്ചതാണോ എന്നറിയാതെ ഹൂഷു ആകെ സംശയത്തിലാവുന്നു. അവൾക്കിതാരെങ്കിലും അയച്ചതായിരിക്കുമോ എന്ന് കരുതി ഷീവും ആകെ ടെൻഷനാവുന്നുണ്ട്. അപ്പോഴേക്കും പുറത്തേക്ക് പോയ ആ പെൺകുട്ടി തിരികെ വരുന്നുണ്ട്. അതോടെ അവളുടെ ബോയ് ഫ്രണ്ട് അവൾക്ക് അയച്ചതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. ഈ പെൺകുട്ടി കുറേ മുമ്പ് ഷീവയുടെ പുറകെ നടന്നതാണ്. എന്നിട്ട് ഇപ്പോൾ പുതിയ ബോയ് ഫ്രണ്ടിനെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ഷീവ് നേരത്തെ ജനറൽ ഷിന്നിൻ്റെ റോൾ പ്ലേ ചെയ്ത സമയത്ത് അവനോട് ആരാധന ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവൻ്റെ പുറകെ നടന്നത്. പക്ഷേ എൻ്റെ സ്വഭാവം തനിക്ക് പറ്റിയ രീതിയിലല്ല എന്ന് മനസ്സിലായപ്പോൾ പിന്മാറി എന്നൊക്കെ പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അങ്ങനെ ഷിന്നിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് അവർക്കിടയിൽ ഒരു ചർച്ച നടക്കുന്നു. ഈ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന 1-2 പേർ അവൻ ജനറൽ ഷിന്നിൻ്റെ റോൾ പ്ലേ ചെയ്യുന്നത് അത്ര മെച്ചമൊന്നുമല്ല, ഓഡിയൻസിൽ പലർക്കും പല പരാതികളും അതിനെപ്പറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നത്. ഇത് ഷീവിൻ്റെ സമാധാനം കളയുന്നു. അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പോയ ശേഷം അവൻ ഓൺലൈനിൽ കയറി തൻ്റെ ക്യാരക്ടറിനെ കുറിച്ചുള്ള കമൻസ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞതുപോലെയൊന്നും അല്ല, മറ്റേ ജനറൽ ഷിൻ പ്ലേ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ആ റോൾ ചെയ്യുന്നത് താൻ തന്നെ ആണ് എന്നാണ് കമൻസിൽ നിന്നൊക്കെ അവന് മനസ്സിലായത്. പക്ഷേ ഹൂഷുവും മറ്റ് ഉള്ളവരും അതൊന്നും അംഗീകരിച്ചിട്ടില്ലാത്ത പോലെയാണല്ലോ. അതുകൊണ്ട് ഹൂഷുവിനെ അതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന് തന്നെ അവൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ഫിലിം ടിക്കറ്റിന് ഹൂഷു ഗെയിം കളിക്കാൻ കയറുന്നു. ഒരു സ്കോളറുടെ റോളാണ് അവൾക്ക് കിട്ടിയത്. ജനറൽ ഷീനിൻ്റെ കയ്യിലുള്ള ഒരു റിങ് കൈവശമാക്കിയാൽ മാത്രമാണ് അവൾക്ക് ഗെയിമിൽ സർവൈവ് ചെയ്യാൻ പറ്റുക എന്നുള്ള കണ്ടീഷൻ അവൾ ആദ്യമേ തന്നെ അറിയുന്നുണ്ട്. അവളുടെ വിചാരം ഇന്ന് ജനറൽ ഷീനിൻ്റെ റോൾ പ്ലേ ചെയ്യുന്നത് മറ്റേ ആളായിരിക്കുമെന്നാണ്. പക്ഷേ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പയ്യൻ മറ്റൊരു ക്യാരക്ടറായിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നു.
അപ്പോൾ പിന്നെ ജനറൽ ഷിൻ ആരായിരിക്കും? ഷിയു ആയിരിക്കുമോ എന്ന് അവൾ സംശയിക്കുന്നുണ്ട്. അങ്ങനെ അവൾ തിരികെ പോകാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇനി പുറത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷിയു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തുന്നു. അതോടെ ഹുഷു ആകെ പെട്ടതുപോലെ ആവുന്നുണ്ട്. അവനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവളിങ്ങനെ ഗെയിം കളിച്ചൊക്കെ സമയം കളയുന്നത്. ഇപ്പോൾ അവൻ്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടിരിക്കുകയാണ്. എന്തായാലും വന്ന് പെട്ടു, ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി അവൾ ഗെയിമിലേക്ക് കയറുന്നു. ശരിക്കും ഇന്ന് മറ്റേ പയ്യൻ തന്നെയായിരുന്നു ജനറൽ ഷിന്നിൻ്റെ റോൾ ചെയ്യാനിരുന്നത്. ഹൂഷു ആ ടിക്കറ്റിലാണ് ഗെയിം കളിക്കാൻ കയറുന്നതെന്ന് ഗോങ് പറഞ്ഞറിഞ്ഞ് ഷിയു കൃത്യസമയത്ത് അവിടെ എത്തി ആ പയ്യനോട് മറ്റൊരു റോൾ ചെയ്യാൻ പറഞ്ഞ് ജനറൽ ഷിന്നിൻ്റെ റോൾ ഏറ്റെടുക്കുകയായിരുന്നു. ജനറൽ ഷിന്നിൻ്റെ കയ്യിലിരിക്കുന്ന റിങ് കിട്ടിയാലല്ലേ ഹൂഷുവിൻ്റെ ക്യാരക്ടറിന് സർവൈവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷെ അവനെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവൾ അവിടത്തെ ഇങ്ങനെ കൺഫ്യൂഷനായിരിക്കുമ്പോഴാണ് മറ്റേ പയ്യൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് തങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അവൻ്റെ കയ്യിൽ നിന്ന് ആ റിങ് അടിച്ചു മാറ്റാൻ പറ്റും, അതുകൊണ്ട് തനിക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും എന്നൊക്കെ അവളോട് പറയുന്നത്. അങ്ങനെ അവൻ്റെ ഒപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് അവൾ സമ്മതിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഷീവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ ഷീവനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൾ റിങ് തട്ടിയെടുക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ അവളത് എടുക്കുന്നത് ഷിയു കൃത്യമായി കണ്ട് അവളെ തടയുന്നുണ്ട്. അങ്ങനെ നാണം കെട്ട് അവൾക്കത് തിരികെ നൽകേണ്ടി വരുന്നു. ഊഷുവിനാണെങ്കിൽ ആ റിങ് ഇല്ലാതെ ഗെയിമിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അത് വാങ്ങുന്നതിന് വേണ്ടി അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് തിരികെ കുറച്ച് സ്വർണവും പണവും ഒക്കെ നൽകുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ ആ കണ്ടീഷനൊന്നും അംഗീകരിക്കുന്നില്ല. ഈ റിങ് കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് അവൾ പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ ഒപ്പം വാ, ഈ റിങ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്നെ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവൻ അവളിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നു. അങ്ങനെ ഹൂഷുവും അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൂഷുവിന് അവളിട്ടിരുന്ന ഹീൽസ് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവനാണെങ്കിൽ നല്ല സ്പീഡിൽ മുന്നോട്ട് പോവുകയുമാണ്. കുറേ ദൂരം അവൾ അവനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും കാൽ നന്നായി വേദനിക്കുന്നതിനാൽ അവസാനം അവൾ മടുത്ത് തിരികെ പോകുന്നുണ്ട്. ഷിയു തന്നോട് ഇങ്ങനെ കാണിക്കുന്നതിൽ അവൾക്ക് നല്ല വിഷമവുമുണ്ട്. സത്യത്തിൽ ഷിയു ഇങ്ങനെ അവളെ ബുദ്ധിമുട്ടിക്കാനൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ക്യാൻഡി വിൽക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിൽ നിന്നൊരെണ്ണം വാങ്ങിത്തന്നാൽ അവൾക്ക് റിങ് നൽകാമെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് അവൾ കൂടെയില്ല എന്ന് അവൻ അറിയുന്നത്. അവൻ അപ്പോൾ തന്നെ അവളെ തിരക്കി പുറകിലേക്ക് ഓടുന്നുണ്ട്. അങ്ങനെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അവളുടെ ഷൂസ് അവിടെ ഒരു ഡസ്റ്റ്ബിന്നിന് മുകളിൽ ഇരിക്കുന്ന അവൻ കാണുന്നു. അതുമായിട്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഷോപ്പിലേക്ക് ചെന്ന് അന്വേഷിച്ചപ്പോൾ ആ ഷൂസ് അവളെ നൽകിയിട്ട് അവൾ മറ്റൊരു ചെരുപ്പ് വാങ്ങിയെന്ന് അറിയാൻ സാധിക്കുന്നു. അങ്ങനെ ആ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ മാറ്റി വാങ്ങണമെങ്കിൽ അവിടെ നല്ലൊരു തുക നൽകണം. അത് നൽകിയിട്ടാണ് ഹൂഷു അത് വാങ്ങിയത് എന്നും അയാളിൽ നിന്ന് അവൻ അറിയുന്നു. പിന്നെ ആ റിങ് കിട്ടാതെ ഹൂഷുവിന് ആ ഗെയിമിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതിയാവും. അങ്ങനെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റും അവൾ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്നും അയാളിൽ നിന്ന് അവൻ അറിയുന്നുണ്ട്. ഗെയിമിനുള്ളിൽ വെച്ച് രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ വിവാഹിതരായാലാണ് ഈ മാരേജ് സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടാവുക. അതിന് ഏതെങ്കിലും ഒരു മേയർ കാൻഡിഡേറ്റ് ആ മാരേജ് സർട്ടിഫിക്കറ്റിൽ സൈൻ ചെയ്യുകയും വേണം. അവൾ മറ്റേ ജനറൽ ഷിന്നായിട്ട് പ്ലേ ചെയ്യുന്ന പയ്യൻ്റെ അടുത്ത് എന്നിട്ട് ഈ ഗെയിമിൽ തന്നെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. സർവൈവ് ചെയ്യാൻ രണ്ടുപേർക്കും അത് ആവശ്യമായതുകൊണ്ട് അവനത് സമ്മതിക്കുന്നു. ഏത് മേയർ കാൻഡിഡേറ്റിനെ കൊണ്ടാണ് സൈൻ ചെയ്യിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവന് കൺഫ്യൂഷനുണ്ട്. പക്ഷേ ഹൂഷുവിന് അക്കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല. അവൾ നേരെ മാരേജ് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്യിക്കാനായി ഷിയുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഗെയിമിലാണെങ്കിൽ പോലും അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ ഷിയു സമ്മതിക്കുമോ? അവനൊരു തരത്തിലും അത് അംഗീകരിക്കാൻ പറ്റുമായിരുന്നില്ല. അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവൻ കുറേ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹൂഷു തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ അവസാനം ഷിയു അതിൽ എന്തോ എഴുതുന്നുണ്ട്. അവൻ സൈൻ ചെയ്തതായിരിക്കും എന്ന് കരുതി ഹൂഷു അതും വാങ്ങി മാരേജ് സർട്ടിഫിക്കറ്റ് വാലിഡേറ്റ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്ന ആൾ പറയുന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഷിയു അതിൽ സൈൻ ചെയ്യുന്നതിന് പകരം നീ ഇത് സ്വപ്നം കണ്ടാൽ മതിയെന്നാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അവൾ കാണുന്നത്. അവൻ തന്നെ കബളിപ്പിച്ചാണെന്ന് മനസ്സിലായി ഹൂഷു ആകെ വിഷമത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്തതുപോലെ ഷിയു അവിടെ നിൽപ്പുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ, അങ്ങനെ ആർക്കെങ്കിലും ജനറൽ ഷിന്നിൻ്റെ റോൾ നന്നായി ചെയ്യാൻ പറ്റില്ല, എനിക്ക് മാത്രമേ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. വേറെ ആര് കളിച്ചാലും നിനക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ എന്നെ തോൽപ്പിക്കാൻ നിനക്ക് പറ്റില്ല. എൻ്റെ ഒപ്പം നിന്നാൽ മാത്രമേ നിനക്ക് ഗെയിമിൽ ജയിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ അവൻ വലിയ ഗെയിമിൽ പറയുന്നു. അവൻ ഇത്രയും നേരം ശ്രമിച്ചുകൊണ്ടിരുന്ന മുഴുവൻ താനാണ് ജനറൽ ഷിന്നിൻ്റെ ക്യാരക്ടറിന് ഏറ്റവും പറ്റിയ ആൾ എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഹൂഷുവിന് ഇത് കേട്ടപ്പോൾ ശരിക്കും വിഷമവും ദേഷ്യവും ഒക്കെ വരുന്നു. കാരണം അവൾ മുമ്പ് പറഞ്ഞത് അവൻ്റെ ഈ ക്യാരക്ടറിനെ പറ്റി ആയിരുന്നില്ല, റിയൽ ലൈഫിൽ അവൻ തന്നെ അവോയ്ഡ് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞതൊക്കെ ഇതിനെപ്പറ്റിയാണെന്നാണോ നീ വിചാരിച്ചിരുന്നത്? അല്ലാതെ ഇതിന് റിയാലിറ്റിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിനക്ക് ചിന്തിച്ച് നോക്കിക്കൂടെ എന്ന് അവൾ വളരെ വിഷമത്തോടെ ചോദിക്കുന്നു. ഗെയിമിലാണെങ്കിലും ഗെയിമിന് പുറത്താണെങ്കിലും നിൻ്റെ മനസ്സിലെന്താണെന്ന് ഗെസ് ചെയ്ത് ഞാൻ മടുത്തു. ചില സമയത്ത് നീ എന്നോട് വളരെ സ്നേഹമുള്ളതുപോലെ പെരുമാറും, എന്നാൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നീ എന്നെ അകറ്റി നിർത്തുകയും ചെയ്യും. ഇങ്ങനെ നിൻ്റെ സ്വഭാവത്തിലുള്ള ഈ മാറ്റം കാരണം എന്താണ് ശരിക്കുമുള്ള നിൻ്റെ ആറ്റിറ്റ്യൂഡെന്ന് മനസ്സിലാവാതെ ഞാൻ ആകെ കൺഫ്യൂഷനിലാണ് എന്നൊക്കെ അവൾ വളരെ വിഷമത്തോടെ പറയുന്നു. ഈ സമയത്ത് തന്നെ ഗെയിം കഴിഞ്ഞു എന്നുള്ള സൈറൺ മുഴങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ ഗെയിമിൽ ജയിച്ചാലും തോറ്റാലും അതൊരു കാര്യമല്ലല്ലോ, അതുകൊണ്ട് ഇനി അത് തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, നീയും ഇനി എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. ഷീവിന് ഇപ്പോഴാണ് ശരിക്കും അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ മനസ്സിലാവുന്നത്. ഹൂഷു ആകെ ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ട്
നല്ല ദേഷ്യത്തിലും വിഷമത്തിലും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് സൈഡിലുള്ള ഒരു വഴിയിൽ നിന്ന് ഷിയോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ പിടിച്ചുകൊണ്ട് അകത്തുള്ള ഒരു പാസേജിലേക്ക് പോയത്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ക്യാമറയിലേക്ക് ഒരു തൊപ്പി എറിഞ്ഞ് അത് മറിച്ചിട്ട് അവൻ അവളെ കിസ് ചെയ്യുന്നു. ഓഷോ ആകെ പറഞ്ഞ് അവന് തള്ളി മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ വിടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പതിയെ പിന്മാറുന്നു. ആ സമയത്ത് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ അവസാനിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കണ്ണ് നേർ തുടച്ചു കൊടുക്കുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി വീണ്ടും കിസ് ചെയ്യുന്നുണ്ട്.